കരുനാഗപ്പള്ളിയിൽ ഇനിയെങ്കിലും ഒരു മെച്ചപ്പെട്ട തിയേറ്റർ വരുമോ? കരുനാഗപ്പള്ളിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ക്രൗഡ് പുള്ളിംഗ് ഉള്ള ഒരു ഏരിയ ആണ്. എന്തുമാത്രം ജനങ്ങൾ കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ കരുനാഗപ്പള്ളി ടെക്സ്റ്റൈൽ ഷോപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുമാത്രം തിരക്കുള്ള ഒരു ഏരിയയാണ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ റഷ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൗൺ ഏരിയയിൽ ഒരു മെച്ചപ്പെട്ട തിയേറ്റർ ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടമാണ് അല്ലേ? ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് അവിടെ. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൻസ് ഉണ്ട്, തരംഗമുണ്ട്, കൃഷ്ണയുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പോൾ മൈ സിനിമാസും ഉണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടന്നിരുന്ന കരുനാഗപ്പള്ളി തിയേറ്ററുകളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ കാർണിവൽ സിനിമാസ് അന്ന് എച്ച്.ആൻഡ്.ജെ മാളിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ കാർണിവൽ സിനിമാസ് വന്ന സമയത്ത് വളരെ മികച്ച ഒരു തിയേറ്റർ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ സ്ക്രീൻ വണ്ണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ സ്ക്രീനായിരുന്നു. സൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു തിയേറ്റർ തന്നെ ആയിരുന്നു സ്ക്രീൻ വണ്ണാണേ. അതിൽ നിന്നും കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ക്വാളിറ്റി കുറവായിട്ടുള്ള സ്ക്രീൻ ആയിട്ടാണ് സ്ക്രീൻ 2 നമുക്ക് തോന്നുന്നത്. സ്ക്രീൻ 3 പിന്നെ ഏറ്റവും നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണെന്ന് പറയാം. അത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്ക്രീനുകൾ അത്യാവശ്യം മെച്ചപ്പെട്ട സ്ക്രീൻ തന്നെയായിരുന്നു. സ്ക്രീൻ 1 നമുക്കൊരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഭേദപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കാർണിവലിൻ്റെ വർഷങ്ങൾ ഇങ്ങനെ കടന്ന് പോയി. ലാമ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലാമ്പ് ഇങ്ങനെ ഉരുകി തീരുമല്ലോ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ പോകുന്ന സമയത്ത് പ്രൊജക്ഷനൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കാർണിവൽ സിനിമാസ് പൂട്ടിപ്പോയത്. അതിനുശേഷം മൈ സിനിമാസ് ഏറ്റെടുത്തു. എന്നിരുന്നാൽ പോലും ഒരു വലിയ മാറ്റമൊന്നും വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴും സ്ക്രീൻ മണ്ണി കയറുമ്പോൾ അന്ന് പണ്ട് കണ്ടിരുന്ന ആ ഒരു ഫീലൊന്നും ഇപ്പോഴും കിട്ടുന്നില്ല. മിക്കവാറും ആ ഒരു ലാമ്പ് ചേഞ്ച് ചെയ്യാത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൽ എന്ന് പറയാവുന്ന പോലെ ഇപ്പോൾ മൈ സിനിമാസ് ആണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 4K തിയേറ്ററൊക്കെ ഇനി എന്തെങ്കിലും വരുമോ കരുനാഗപ്പള്ളിയിൽ? അത് ഇത്രയും ടൗൺ ഏരിയ ആയിട്ട് ഒരു 4K തിയേറ്ററൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, ഓരോ ഗ്രാമങ്ങളിലും വളരെ മികച്ച പ്രൊജക്ഷൻസ്, അതായത് 4K ലേസർ പ്രൊജക്ഷൻസ് ഒക്കെയാണ് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നത്. പിന്നെ DTS:X വരെ, ഡോൾബി അറ്റ്മോസ് വിട്ടിട്ട് DTS:X വരെ പല ഗ്രാമപ്രദേശങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നോക്കുമ്പോൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ തിയേറ്റർ ദാരിദ്ര്യം തന്നെയാണെന്ന് നമുക്ക് പറയാം. എണ്ണത്തിന്റെ കാര്യത്തിലല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിലേ വളരെ മെച്ചപ്പെട്ട തിയേറ്ററിലേക്ക് മാറാൻ സാധ്യതയുള്ള തിയേറ്ററുകളാണ് ഇപ്പോൾ നിലവിലുള്ളതൊക്കെ. ഇപ്പോൾ നമ്മുടെ കാൻസ് തിയേറ്റർ, പഴയ ചിത്രാഞ്ജലി തിയേറ്റർ ആയിരുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ചിത്രാഞ്ജലി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശമായിരുന്നു കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ച്. ഇപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും ഇല്ലെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇടിച്ചങ്ങോട്ട് കയറാത്തത്. ഓക്കെ, പിന്നെ തൊട്ടടുത്തുള്ള തിയേറ്ററിലായിരിക്കുമല്ലോ പൊതുവെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആൾക്കാർ ഇപ്പോഴും തിയേറ്ററിലേക്ക് കയറുന്നു എന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ പോയി സിനിമ കാണണം അങ്ങനത്തെ ഒരു നിലയില്ല ഇപ്പോൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച്. അപ്പോൾ കാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു തിയേറ്ററാണ്. കാര്യം അവിടെ വളരെ വലിയൊരു സ്ക്രീനാണ് ആ ഒരു തിയേറ്ററിൽ ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ബാൽക്കണി തിയേറ്ററുകളാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല രീതിയിൽ തന്നെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ആ ഒരു ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട, കേരളത്തിലെ തന്നെ ബെസ്റ്റ് തിയേറ്റർ ആക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ഹോളാണ് കാൻസിൻ്റെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ കാൻസിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് തിയേറ്റർ ഓണേഴ്സിനെ അവർ ബന്ധപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു റെനോവേഷന് വേണ്ടിയിട്ട്. ഒന്നും ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തരംഗം തിയേറ്ററിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ തരംഗം തിയേറ്ററിൻ്റെ ആ ഒരു പെയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അകത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ തിയേറ്ററാണ്. കൃഷ്ണ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ തിയേറ്ററിന് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും മികച്ച തിയേറ്ററായിട്ട് മാറാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണ് തിയേറ്ററിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം അവർ ഇതുവരെയായിട്ടും പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും മിനിമം ശരിക്കും പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ വേണ്ടത് ഒരു 4K പ്രൊജക്ഷൻ തന്നില്ലെങ്കിൽ കൂടിയും മിനിമം ഒരു 2K ലേസർ പ്രൊജക്ഷൻ എങ്കിലും വേണം. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിലേക്കൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ല കാലിബ്രേഷൻ ചെയ്ത ഒരു ഡോൾബി 7.1 ഒരു 2K ലേസർ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഹാപ്പിയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി കാര്യത്തിൽ കരുനാഗപ്പള്ളി തിയേറ്റർ വളരെ മുൻപന്തിയിലാണ്. എല്ലാ തിയേറ്ററുകളിലും നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളാണ്. അതിൽ തന്നെ 2 തിയേറ്റർ ബാൽക്കണി തിയേറ്ററും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മെച്ചപ്പെട്ട പ്രൊജക്ഷനും ഒരു സൗണ്ടും കൊടുത്താൽ തന്നെ ആൾക്കാർ ഇടിച്ചു കയറും. കാര്യം അത്രയധികം ക്രൗഡ് പുള്ളിംഗ് ഉള്ളൊരു ഏരിയയാണ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൃഷ്ണ തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ഒരു എന്താ പറയുക, അവർക്കൊരു പ്രഷർ കാണും. കാര്യം എല്ലാവരും കൃഷ്ണ തിയേറ്ററിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വരും, കരുനാഗപ്പള്ളിയിൽ ഇതുവരെ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഒരു പുതിയ ഭാവത്തിലേക്ക് തിയേറ്റർ വരുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് കേട്ടോ. ഇനി വലിയ മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് പെയിന്റ് അടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കരുനാഗപ്പള്ളിയിലുള്ള തിയേറ്റർ ഓണർമാർ ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാമപ്രദേശങ്ങളിലായിട്ടാണ് വളരെ മെച്ചപ്പെട്ട പ്രൊജക്ഷനും സൗണ്ട് ഫോർമാറ്റും ഒക്കെ കൊടുത്ത് ആൾക്കാരെ തിയേറ്ററിനകത്തേക്ക് കയറ്റുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന തിയേറ്ററായിട്ട് പോലും നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് ഇപ്പോൾ ഈ തിയേറ്ററുകളിൽ വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ തിയേറ്റർ തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും ആ ഒരു തിയേറ്ററിൻ്റെ അവസ്ഥ എന്നുള്ളത്.